കൊട്ടിയൂർ ഒരു പൗരാണിക സ്മൃതിയുടെ അടയാള ഭൂമികയാണ്. അതിൽ ഐതിഹാസികമായ കഥാപരിസരമുണ്ട്. ജീവിതത്തിൻ്റെ നന്മയും സ്നേഹവും സത്യവും, തിരസ്കാരവും പ്രതികാരവും ദുഃഖവും കണ്ണീരും എല്ലാമുണ്ട്. കൊട്ടിയൂരിലേക്ക് നാം യാത്രയ്ക്കിറങ്ങുമ്പോൾ നാം നമുക്കുള്ളിലേക്ക് തന്നെയുള്ള സഞ്ചാരത്തിലാണ്. ജീവന്റെ വഴികളിലൂടെ നാം നടക്കുന്നു. സഹ്യാദ്രിയുടെ താഴ്വരയിലാണ് കൊട്ടിയൂർ. കൊട്ടിയൂരിനെ പ്രദക്ഷിണം വച്ചൊഴുകുന്ന ബാവലിപ്പുഴ, നിറയെ വള്ളിപ്പടർപ്പുകളും തരുനിരകളും, വനഭൂമിയിൽ നിന്നുതിരുന്ന കിളികളുടെ ശബ്ദങ്ങൾ. നാം നടന്നു കയറുന്നത് വിശുദ്ധയായ ബാവലി എന്ന കണ്ണീർ പുഴയ്ക്ക് കുറുകെയാണ്. സതീദേവിയുടെ കണ്ണീരായി പരിണമിച്ച് കൊട്ടിയൂർ അമ്പലത്തിന് ചുറ്റും ഒഴുകിപ്പരക്കുന്നവൾ. പണ്ടിവിടം ഒരു യാഗശാലയായിരുന്നു അത്രേ, ദക്ഷപ്രജാപതിയുടെ യാഗഭൂമി. അതുകൊണ്ടിന്നും കൊട്ടിയൂരിനുള്ളത് യാഗശാലകളുടെ നിർമ്മിതികളും അന്തരീക്ഷവുമാണ്. ദക്ഷപ്രജാപതിയുടെ മകളായിരുന്നു സതി. സതി ശ്രീ മഹാദേവന്റെ പത്നിയാകാൻ മോഹിച്ചു. പക്ഷെ പിതാവ് അതിന് അനുമതി നൽകിയില്ല. യഥാർത്ഥ പ്രണയം വിഘാതങ്ങൾക്ക് മുൻപിൽ കാലിടറി വീഴാറില്ല. അതുകൊണ്ട് തന്നെ സതി ശ്രീ പരമേശ്വരന് പത്നിയായി. ഒരിക്കൽ ദക്ഷപ്രജാപതി ഒരു മഹായാഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഏവരെയും ക്ഷണിച്ചു ദക്ഷൻ. പക്ഷേ ഒരാളെ മാത്രം ക്ഷണിച്ചില്ല, ശ്രീ മഹാദേവനെ. അതൊരു മറവിയല്ലായിരുന്നു, ഒരു നിശ്ചയമായിരുന്നു. അച്ഛൻ നടത്തുന്ന യാഗത്തിന് സ്വഭർത്താവിനെ ക്ഷണിക്കാതിരുന്നതിൽ സതീദേവി ഏറെ വേദനിച്ചു. ഇതൊരു അപമാനം കൂടിയാണ് എന്ന് ദേവി തിരിച്ചറിഞ്ഞു. അതിനാൽ യാഗഭൂമിയിലേക്ക് സതി ഒറ്റയ്ക്ക് പുറപ്പെട്ടു. അരുതെന്ന മഹാദേവന്റെ വാക്കിനെയും ദേവി അവഗണിച്ചു. യാഗഭൂമിയിലെത്തിയ സതീദേവിയെ ദക്ഷൻ സ്വീകരിച്ചില്ല. തിരസ്കാരത്തിന്റെ നോവിൽ, തൻ്റെ പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ സതീദേവി ആ യാഗവേദിയിൽ ആത്മാഹൂതി ചെയ്തു. മഹാദേവൻ സതീദേവിയുടെ ദുരന്ത വാർത്ത അറിയുകയും ക്രുദ്ധനാവുകയും ചെയ്തു. തൻ്റെ ജട പറിച്ചെറിഞ്ഞ് മഹാദേവൻ ആ പ്രതികാരഗ്നിയിൽ നിന്ന് വീരഭദ്രനും കാളിയും ആവിർഭവിച്ചു. അവർ ഭഗവാന് ദുഃഖകാരണമായ ദക്ഷസന്നിധിയിലേക്ക് ഉദിച്ചു. യാഗശാല മുഴുവനും തച്ചുടച്ചു. ദക്ഷന്റെ ശിരച്ഛേദവും ചെയ്തു. യാഗം മുടങ്ങിയതറിഞ്ഞ് ദേവന്മാർ ശ്രീ മഹാദേവനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചു. യജ്ഞപൂർത്തീകരണത്തിന് ഭഗവാൻ അനുവദിക്കണം. ഒടുവിൽ മഹാദേവൻ സമ്മതിച്ചു. ശിരസ് നഷ്ടമായ ദക്ഷന് ഒരു ആടിന്റെ ശിരസ് ചേർത്ത് വച്ച് പുനരുജ്ജീവിപ്പിച്ചു. യാഗം തുടർന്നു. പൗരാണികമായ ഇക്കഥയുടെ പശ്ചാത്തലത്തിലാണ് കൊട്ടിയൂർ. ക്രോധാക്രാന്തയും അശ്രുപൂർണയുമായ സതീദേവിയുടെ ആഴമേറിയ ദുഃഖത്തിൻ്റെ, അനുഭവിച്ച അവഗണനയുടെ, ഉതിർന്ന കണ്ണീരിൻ്റെ, ജീവൻ എരിഞ്ഞടങ്ങിയ പുണ്യഭൂമി. ആണ്ടിലൊരിക്കൽ
ആയിരങ്ങൾ ഇവിടെ എത്തുന്നു. കണ്ണീർപ്പുഴയായ ബാവലിയിൽ മുങ്ങി സ്വയം ശുദ്ധരായി ശ്രീ മഹാദേവന്റെയും സതീദേവിയുടെയും സാന്നിധ്യത്തിലേക്ക് എത്തുന്നു. ഏത് ജീവനാണ് ദുഃഖങ്ങളില്ലാത്തത്? ഏത് ജീവനാണ് അവഗണനകൾ നേരിടാത്തത്? ഏത് ജീവനാണ് കണ്ണീർ പൊഴിക്കാത്തത്? കൊട്ടിയൂരിൽ നാം എത്തുമ്പോൾ കാലവർഷത്തിന്റെ സങ്കടപ്പെരുമഴ അനവരതം പെയ്യുന്നുണ്ടാകും. ഉടലിലും ഉയിരിലും നാം അനുഭവിക്കുന്ന സങ്കടങ്ങളെ ഈ മഴ കഴുകിക്കളയും. വനസമൃദ്ധിയിലൂടെ നഗ്നപാദങ്ങൾ വച്ച് നടക്കുമ്പോൾ പല ജീവിത പാഠങ്ങളും പഠിക്കും. മണിത്തറയിലും അമ്മാറത്തറയിലുമുള്ള ശ്രീ മഹാദേവനെയും സതീദേവിയെയും വണങ്ങുമ്പോൾ അതിരില്ലാത്ത അസ്വസ്ഥതകളുടെ മനം തെല്ലൊന്ന് ശാന്തമാകും. അനാദിയായ ജലസ്പർശത്തിൽ ജീവനിൽ അനുഗ്രഹത്തിൻ്റെ കുളിരണിയും. കൊട്ടിയൂരപ്പനെ തൊഴുത് നിറഞ്ഞൊഴുകുന്ന ബാവലിപ്പുഴയും കടന്ന് നേരെ ഇക്കരെ കൊട്ടിയൂരിലേക്ക്. തിരക്കാണെങ്ങും, വാഹനങ്ങളും മനുഷ്യരും. ഇക്കരെ കൊട്ടിയൂരിൽ ഇപ്പോൾ മഹാദേവനില്ല. വൈശാഖോത്സവം കഴിയുവോളം അക്കരെ കൊട്ടിയൂരിലാണ് വാസം. ഇക്കരെ കൊട്ടിയൂരും വണങ്ങി തിരികെ യാത്ര തിരിക്കുമ്പോൾ ബാവലിപ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ പോലെ ഉരഞ്ഞുരഞ്ഞും അരഞ്ഞരഞ്ഞും നമുക്കും ഏറെ മിനുസം വന്നിട്ടുണ്ടാകും. ഒരു മഹാദുഃഖത്തെ അറിഞ്ഞ അറിവിൽ നിന്ന് സാന്ത്വനത്തിൻ്റെ ഒരിറ്റ് അനുഗ്രഹവുമായി തീർത്ഥാടകർ മടങ്ങുന്നു. ചിതറിയ ജടയുടെ പ്രതീകമായി ഓടപ്പൂക്കളുടെ വെളുത്ത നാരുകളിൽ തലോടി മറ്റൊരു വൈശാഖോത്സവത്തിന് കാതോർക്കുന്നു. ഏവർക്കും കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.